ഹലോ, വെൽക്കം ടു അഞ്ജലീസ് ഫുഡ് കോർട്ട്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു എഗ് മഞ്ചൂരിയൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കാണുമ്പോൾ വിചാരിക്കും എൻ്റെ പൊന്നോ ഇതൊക്കെ ഭയങ്കര പാടല്ലേന്ന്, പക്ഷെ നല്ല എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനു മുന്നേ ഒരു കാര്യം പറയാനുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ചാനൽ 100K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടോ. അപ്പോൾ ഇതിന് സഹായിച്ച ഓരോരുത്തരോടും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരു നന്ദിയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ മോശമാവില്ലേ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ ഞാൻ സ്റ്റോറിയിലും കമ്മ്യൂണിറ്റി ടാബിലൊക്കെ ഇട്ടപ്പോൾ നല്ല സപ്പോർട്ട് തന്നെയാണ് തന്നതും എല്ലാവരും. അപ്പോൾ ഇനിയും നിങ്ങളുടെ ഈ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി എഗ് മഞ്ചൂരിയൻ ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ ആദ്യം 4 മുട്ട ഉടച്ചൊഴിക്കുകയാണ്. അപ്പോൾ 4 അല്ലെങ്കിൽ 3 മുട്ട, 2 മുട്ടയൊക്കെ ആണെങ്കിൽ തീരെ കുറവായി പോകും കേട്ടോ. അപ്പോൾ ഒരു 3 മുട്ടയെങ്കിലും എടുക്കാൻ നോക്കുക. ഞാനിവിടെ ഈ 4 മുട്ട ഒരു ബൗളിലേക്ക് ഉടച്ചൊഴിക്കുകയാണ്. അപ്പോൾ ഇത് ഉടച്ചൊഴിച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് നമ്മൾ ഒരു ഫോർക്ക് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ അങ്ങനെ കലക്കിയെടുക്കില്ലേ, അടിച്ചെടുക്കില്ലേ, അങ്ങനെ അടിച്ചെടുക്കണം. അപ്പോൾ അതിന് മുന്നേ അല്പം കുരുമുളക് പൊടി, നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി, അതായത് ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് എന്ത് വേണം, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കണ്ടേ, എന്നാലല്ലേ ഉപ്പുണ്ടാവുക. അപ്പോൾ ഉപ്പ് ഒരു 1/4 ടീസ്പൂൺ കണ്ട. ഇനി നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഞാനൊരു ഫോർക്ക് വെച്ചിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്, കണ്ടില്ലേ. ഇതുപോലെ നന്നായിട്ട് ഉപ്പും കുരുമുളക് പൊടിയൊക്കെ അതിൽ യോജിച്ച് കിട്ടുന്ന പോലെ അടിച്ചെടുക്കുക. ഇപ്പോൾ ദാ സംഭവം റെഡി. ഇനി ഒരു ഇഡ്ഡലി പാത്രമോ ഇല്ലെങ്കിൽ നമുക്ക് ബോയിൽ ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു പാത്രം എടുക്കുക. അപ്പോൾ ഞാൻ ഇഡ്ഡലി പാത്രമല്ലേ, അതിൽ ഇതുപോലൊരു തട്ട് വെച്ചിട്ട് ഇതിലേക്ക് നമ്മൾ ബൗൾ ഇറക്കി വെക്കുകയാണ്. കണ്ട, ഇങ്ങനെ ബൗൾ ഇറക്കി വെക്കുകയാണ്. അടിയിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലതായിട്ട് ചൂടാവുമല്ലോ. ആ വെള്ളം തിളയ്ക്കുമ്പോൾ ഇതിങ്ങനെ ആവി കൊണ്ടിട്ട് നല്ല സ്പോഞ്ച് പോലെ ആയി കിട്ടണം. അതാണ് കറക്റ്റ് അതിൻ്റെ പരുവം. അപ്പോൾ നമ്മൾ ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 15-20 മിനിറ്റ് മതി. മീഡിയം ഫ്ലെയിമിലായാലും കറക്റ്റ് പാകമാണ്. അപ്പോൾ അത് മൂടി വെച്ച് ഒരു 15-20 മിനിറ്റ് കഴിയട്ടെ കേട്ടോ. ഇപ്പോൾ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത് എന്താ വെച്ചാൽ ഇതൊന്ന് നീരാവി, ഇതിലത്തെ വെള്ളം അതിലേക്ക് വീഴുകയാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫോയിൽ പേപ്പർ എടുത്തു. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കിച്ചൺ ടവലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മുകളിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മൂടി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ വെള്ളം അതിലേക്ക് വീഴില്ല. ആ മുട്ട ഇങ്ങനെ വെള്ളം പോലെയാവും, വെള്ളമല്ല കുറച്ചിങ്ങനെ കുതിർന്ന പോലെയാവും, അതുകൊണ്ടാണ്. ഇപ്പോൾ അതാ ഞാൻ ഇതിൻ്റെ മൂടി തുറക്കാൻ പോവുകയാണ്. 15 മിനിറ്റായി, വെന്തുണ്ടോ നോക്കാം. അപ്പോൾ സംഭവം വെന്തുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ടോ ഒരു ചെറിയ ടൂത്ത് പിക്ക് വെച്ചിട്ടോ ഇതുപോലെ കുത്തി നോക്കുക. ക്ലീനായി നീറ്റായി വന്നു വെച്ചെങ്കിൽ സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതാ റെഡി ആയിട്ടോ. 15 മിനിറ്റേ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഫോയിൽ പേപ്പർ വെച്ചില്ല വെച്ചെങ്കിൽ ഇതിലൊക്കെ നിറച്ചും വെള്ളം ഇങ്ങനെ ഇരിക്കുന്നത് കാണാം. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് മാറ്റാം. നമ്മളിപ്പോൾ ആ മുട്ട അവിടെ തണുക്കാൻ വെച്ചിരിക്കുകയാണ്. അതവിടെ ഇരുന്ന് തണുക്കട്ടെ. ഇനി നമുക്കൊരു ബാറ്റർ തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ ഈ ബാറ്റർ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഈ ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കില്ലേ, ആ ഒരു ബാറ്റർ തന്നെയാണ്. അപ്പോൾ അതിനായിട്ട് ഒരു ബൗൾ എടുത്തു. അതിലേക്ക് 1/4 കപ്പ് കോൺഫ്ലോറും 1/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. രണ്ടും 1/4 കപ്പ് തന്നെ കേട്ടോ. ഇനി അല്പം കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. ഞാൻ 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തു, 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. അപ്പോൾ നിങ്ങളുടെ സാധാരണ മുളക് പൊടി ഉള്ളൂ വെച്ചെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഈ ബാറ്ററിന് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു. അടുത്തത് ഇത് നന്നായിട്ടൊന്ന് ബാറ്ററാക്കി എടുക്കണ്ടേ, അതിനെന്ത് ചെയ്യണം, വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ വെള്ളം ആവശ്യത്തിന് ഒഴിക്കുക, പതുക്കെ കുറേശ്ശെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ കട്ടയില്ലാതെ നല്ലൊരു ബാറ്ററാക്കി എടുക്കുക. ഇതാണ് അതിൻ്റെ പരുവം, കണ്ട. അപ്പോൾ ബാറ്റർ റെഡി. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഈ മുട്ടേനെ നമ്മളൊരു ബൗളിലേക്ക് മാറ്റി. ഇനി അടുത്തത് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്യാം കേട്ടോ. ഭയങ്കര ചെറുതല്ല, ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മൾ ബാറ്ററിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ ഒന്നും കൂടി വലുതാവും. അതുകൊണ്ടാണ് പറയുന്നത് ഒരു മീഡിയം സൈസ് വലുപ്പത്തിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. എന്നിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് ബാറ്ററിൽ മുക്കിയിട്ടേ. അപ്പോൾ ഇനി ഇതൊരു ചപ്പാത്തി, ഫ്രൈഡ് റൈസ്, പിന്നെ പൊറോട്ട, ദോശ അങ്ങനെയുള്ള ഐറ്റംസിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ഈ ഒരു വീഡിയോ കാണുമ്പോൾ തോന്നും ഭയങ്കര വലിയ റെസിപ്പിയാണ്, പക്ഷെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഗുഡൻസ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരു സ്പെഷ്യൽ കറി തന്നെയല്ലേ. അപ്പോൾ അതാ ഇതിങ്ങനെ കട്ട് ചെയ്ത് വെച്ചു. ഇനി അടുത്തത് എന്താണ്, നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അല്ലേ. അപ്പോൾ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോ മുട്ട കഷ്ണങ്ങൾ ഇട്ടിട്ട് നന്നായിട്ട് ആ മാവ് ഇതിൻ്റെ മുകളിൽ പറ്റുന്ന പോലെ അങ്ങോട്ട് എന്താ പറയുക, മുക്കിയെടുക്കില്ല, ഇതുപോലെ അങ്ങോട്ട് ആക്കിയെടുക്കുക കേട്ടോ. അതിന് ശേഷം നമ്മളുടെ ഓയിൽ നന്നായി ചൂടായാൽ മാത്രം ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ നന്നായിട്ട് ഒട്ടിപ്പിടിക്കും. അതുകൊണ്ടാണ് പറയുന്നത് ഓയിൽ നന്നായി ചൂടായെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി നന്നായി ചൂടായി കഴിഞ്ഞു. ഇപ്പോൾ ഇതാ ഇട്ട് കൊടുക്കുകയാണ് ഓരോ കഷ്ണങ്ങളായിട്ട്. അടുപ്പിച്ചിടരുത്, കുറച്ച് ഇങ്ങനെ ഗ്യാപ്പ് ഇട്ടിട്ട് ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ ആ മാവ് രണ്ടും കൂടി അങ്ങോട്ട് മിക്സ് ആവും. അടുപ്പിച്ചിട്ടിട്ടുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. 2 ട്രിപ്പിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ഒരു ഭാഗം ആയി കഴിഞ്ഞാൽ പതുക്കെ
മറിച്ചിട്ട് കൊടുക്കുക. കണ്ടോ, നമ്മൾ ഇത്ര ഗ്യാപ്പ് ഇട്ടിട്ട് കൊടുത്താലും ഇതിങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടിരിക്കുക. നമുക്ക് പതുക്കെ ഇങ്ങനെ ശ്രദ്ധിച്ച് വേണം മറിച്ചിട്ട് കൊടുക്കാൻ. അപ്പോൾ ഒരു ഭാഗം ആയി കഴിഞ്ഞു. ഇനി മറ്റേ ഭാഗം കൂടി വേഗം തന്നെ ആവട്ടെ. അതിന് ശേഷം നമുക്കിത് ഓയിലിൽ നിന്നും വറുത്ത് കോരാം. അതുപോലെ തന്നെ അടുത്ത സെറ്റും ഇട്ട് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടും. മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അപ്പോൾ അതാ ഞാൻ വറുത്ത് കോരുക കേട്ടോ. ഇനി നമ്മൾ അടുത്ത ബാച്ചും ഇതുപോലെ തന്നെ ചെയ്യാം. ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു സൈഡാകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. പിന്നെ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കഴിഞ്ഞാൽ ഓയിലിൽ നിന്ന് വറുത്ത് കോരുക. അപ്പോൾ അങ്ങനെ ഇതും കൂടിയും ചെയ്തിട്ടുണ്ടെങ്കിൽ സംഭവം റെഡി. പിന്നെ നമുക്കൊരു ഗ്രേവി ആക്കി എടുക്കുക വേണ്ടു. അപ്പോൾ അത് സെമി ഗ്രേവി ആക്കണമെങ്കിൽ അങ്ങനെ ആക്കി കൊടുക്കാം. ഇല്ല നമുക്ക് നോർമലായിട്ട് ഡ്രൈ രീതിയിലാണ് വേണ്ടത് വെച്ചെങ്കിൽ അങ്ങനെ പുരട്ടിയെടുക്കുകയും ചെയ്യാം. എങ്ങനെയാണ് വേണ്ടത് വെച്ചെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് സാധാരണ ഒരു കറിയാക്കി ഇതുപോലെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടേ സാധാരണ നമ്മൾ നോർമൽ മുട്ടക്കറി ഉണ്ടാക്കുന്ന പോലെ അങ്ങനെയും ഉണ്ടാക്കാം. കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. അല്ല ഇതുപോലെ ഇങ്ങനെ ചില്ലി ചിക്കൻ്റെ ടേസ്റ്റൊക്കെ വേണമെച്ചെങ്കിൽ ഇതുപോലെ മഞ്ചൂരിയൻ പോലെ ഉണ്ടാക്കുക, അതും നല്ലത് തന്നെയാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുറേ പേര് ചോദിക്കാറുണ്ട് ഈ ചപ്പാത്തിക്കൊക്കെ പറ്റിയ കറികളാണ് ഞങ്ങൾക്ക് വേണ്ടത്, അപ്പോൾ അതൊന്ന് കാണിക്കുമോ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നല്ലത് തന്നെയാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. വീട്ടിൽ ഉള്ള സാധനങ്ങളൊക്കെ തന്നെയാണ്. ഇപ്പോൾ സോസുകളാണ് പിന്നെ പുറമേ നിന്ന് വാങ്ങണ്ടോ, അതിപ്പം മിക്കവരും വാങ്ങി തുടങ്ങിയിട്ടൊക്കെ ഉണ്ടല്ലോ, ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ഉണ്ടാവുമായിരിക്കും. വല്ല കാലത്തൊക്കെ വാങ്ങി വെച്ചാലും മതി. സോയാ സോസൊക്കെ ഡേറ്റ് കഴിഞ്ഞേക്കാട്ടും മുന്നേ എടുത്ത് തീർക്കുക, എന്തൊരു സംഭവമാണെങ്കിലും. അപ്പോൾ സോയാ സോസ്, ചില്ലി സോസ്, അതുപോലെ തന്നെ ടൊമാറ്റോ സോസ്, ഇതാണ് വേണ്ടത്. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, ഇതുപോലെയാണ് നമുക്ക് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക. നല്ല ഇത് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ 4 മണിക്ക് ചായ കുടിക്കണമെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കിയാലും മതി. ഒരു ചമ്മന്തിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. സോസ് മുക്കിയിട്ടും കഴിക്കാം. അപ്പോൾ മുട്ടയൊക്കെ ഫ്രൈ ആക്കി അവിടെ വെച്ചു. ഇനി നമുക്ക് ഇതിനൊരു ഗ്രേവി ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഒരു 8 അല്ലിയോളം വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി കുനുകുനാന്ന് അരിഞ്ഞത്, പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി, ഒരു വലിയ സവോള, ഇത്രയാണ് നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇവിടെ വെച്ചിരിക്കുന്നത്. കണ്ടില്ലേ? അപ്പോൾ ഇനി ഇതിനെ നമുക്ക് വാട്ടിയെടുക്കണം. വാട്ടിയെടുക്കുക എന്ന് പറഞ്ഞാൽ വഴച്ചെടുക്കലാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു കടായി വെക്കുക. അതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള എല്ലാ ഐറ്റംസും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കണ്ട, ഇനി നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. അധികം അങ്ങോട്ട് മുരിഞ്ഞ് വരണ്ട, ഒന്ന് വഴന്ന് വന്നാൽ മതി. നമ്മൾ ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കില്ലേ, അതേപോലെ എടുക്കണം. അപ്പോൾ അതൊന്ന് വഴിച്ചെടുക്കട്ടെ. കുറച്ച് വലുപ്പത്തിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തെടുത്തോലും കുഴപ്പമില്ല. നമ്മൾ ചില്ലി ചിക്കൻ്റെ പോലെയൊക്കെ നല്ല സ്ക്വയറാക്കിയിട്ട് ഈ എന്താ പറയുക സവോളയും ക്യാപ്സിക്കും ഒക്കെ എടുക്കുകയാണെങ്കിൽ അങ്ങനെയും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ചെറുതാക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. ആവശ്യത്തിന് എന്തിട്ട് കൊടുക്കണം? ഉപ്പും ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു 1/4 ടീസ്പൂണോ ഒക്കെ ഇട്ട് കൊടുത്താൽ മതി. നിങ്ങളുടെ ഉപ്പിൻ്റെ അളവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിന് ശേഷം കുറച്ച് നേരം ഇങ്ങനെ വെറുതെ വിടുക. അപ്പോൾ ഇളക്കി കൊടുത്തോളൂ കേട്ടോ സൈഡിൽ നിന്നൊക്കെ. ഇനി ചെയ്യേണ്ടത് നമുക്ക് സോസുകൾ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ എന്തൊക്കെ സോസുകളാണ് ഞാൻ നേരത്തെ പറഞ്ഞത്? ചില്ലി സോസ്, ടൊമാറ്റോ സോസ്, അതുപോലെ തന്നെ സോയാ സോസ്. അപ്പോൾ സോയാ സോസ് നല്ല തിക്കുള്ളതാണെങ്കിൽ 1 ടീസ്പൂൺ മതി. എൻ്റെ അധികം അങ്ങോട്ട് തിക്കില്ലാത്തതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 1.5 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. പിന്നെ ടൊമാറ്റോ സോസ് ഞാൻ 1 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചില്ലി സോസ് ഞാൻ 1.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ക്രഷ്ഡ് ചില്ലി, അതായത് നമ്മൾ പൊടിച്ച ചതച്ച മുളക് ഉണ്ടാവില്ലേ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതില്ല വെച്ചെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന എന്താണ് മുട്ട, അതും ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ ഗ്രേവിയൊക്കെ ഇതിൽ പറ്റി പിടിക്കുന്ന പോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടുവോ? ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഇതാകുമ്പോൾ ഇങ്ങനെ ഡ്രൈ ആയിട്ട് എടുക്കാം. ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണോ കോൺഫ്ലോർ എടുത്തിട്ട് അതിലേക്ക് അല്പം വെള്ളം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. വെള്ളം ഇപ്പോൾ ഒരു 1/4 ഗ്ലാസ് എടുക്കേണ്ടി വരും. ഇതിൻ്റെ തിക്ക് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് കട്ടയാവുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ഒന്ന് ഇളക്കി നോക്കട്ടെ. നമുക്കിത് മതിയാവുമെങ്കിൽ അങ്ങനെ എടുക്കാം. ഇല്ല നല്ല കട്ടയാവുകയാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല തിക്കാവുന്നത് കണ്ടില്ലേ? അപ്പോൾ കുറച്ചും കൂടി ഒരു 1/2 ഗ്ലാസും കൂടിയും ഒഴിച്ച് കൊടുത്തു. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കട്ടെ. നമ്മുടെ പാകത്തിനാക്കി എടുക്കുക. അപ്പോൾ ഇത് നല്ലൊരു കളറാണ്. ഇതിൽ കളർ കാണണില്ല. നമ്മൾ ആർട്ടിഫിഷ്യൽ കളറൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതാ സംഭവം ഇവിടെ റെഡിയായി കഴിഞ്ഞു. നമ്മളുടെ ആ കോൺഫ്ലോർ ഒന്ന് സെറ്റായി കിട്ടുക വേണ്ടു. ഒരു 2-3 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാനിതാ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി. നമ്മളുടെ എഗ് മഞ്ചൂരിയൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. നല്ലൊരു കോമ്പിനേഷനാണ്. ചപ്പാത്തി, ഫ്രൈഡ് റൈസ്, അതുപോലെ തന്നെ ചില്ലി ചിക്കൻ, അതിൻ്റെയൊക്കെ കൂടെ. അപ്പോൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. വീണ്ടും എടുത്തു പറയാണ്. അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും. പതിവ് പോലെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്